നമസ്കാരം. ഹയർ സെക്കൻഡറിയുടെ 2ാം വർഷ അക്കൗണ്ടൻസി ചാപ്റ്റർ 1 നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എപ്പിസോഡ് നമ്പർ 7. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ട്രീറ്റ്മെൻറ്റ് ഓഫ് സം പെക്യുലർ ഐറ്റംസ്. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ ഡൊണേഷൻ പോലത്തെ ചിലവ്, ഈ വരുമാനം, അതിൻ്റെയൊക്കെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു. അതിനുശേഷം നമ്മൾ എങ്ങനെയാണ് സ്പെഷ്യൽ ഫണ്ടുകൾ ട്രീറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റേഷനറി, കൺസ്യൂമബിൾ, അതുപോലെ സ്പോർട്സ് മെറ്റീരിയൽസ്, ഇത്തരത്തിലുള്ള ചില ഇനങ്ങൾ എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് എന്നാണ്. നമുക്കറിയാം, കൺസ്യൂമബിൾസ് അഥവാ സ്റ്റേഷനറീസ് ഒക്കെ ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ വാങ്ങിയിട്ടുണ്ട് എങ്കിൽ അത് അവരെ സംബന്ധിച്ച് ചിലവാണ് എന്ന് നമുക്കറിയാം. സ്റ്റേഷനറി പർച്ചേസ്ഡ് ഈസ് ആൻ എക്സ്പെൻസ് ഓഫ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. കൺസ്യൂമബിൾസ് കൺസ്യൂംഡ് ആർ എക്സ്പെൻസസ് ഓഫ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. പക്ഷേ ചില സാഹചര്യങ്ങളിൽ ഇത്തരം ഇനങ്ങൾക്ക്, സ്റ്റേഷനറി അതുപോലെ കൺസ്യൂമബിൾ പോലത്തെ ചില ഇനങ്ങൾക്ക് ചില പ്രത്യേക അഡ്ജസ്റ്റ്മെന്റ്സ് ആവശ്യമായിട്ട് വരാം. അതുപോലെ ഹോസ്പിറ്റൽസിലൊക്കെ ആണെങ്കിൽ മെഡിസിൻസ് കൺസ്യൂംഡ്, ഈ വർഷത്തെ മെഡിസിൻസ് കൺസ്യൂംഡ് പോലത്തെ ഇനങ്ങൾക്ക് ചിലപ്പോൾ ചില പ്രത്യേക അഡ്ജസ്റ്റ്മെന്റ് ആവശ്യമായി വന്നേക്കാം. ഏത് സാഹചര്യത്തിലാണ് ഇത്തരം അഡ്ജസ്റ്റ്മെന്റ് വരുന്നതെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യം നമുക്ക് സ്റ്റേഷനറി കൺസ്യൂമബിൾ എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഈ വർഷം സ്റ്റേഷനറി വാങ്ങിയ വകയിൽ കൊടുത്ത പേയ്മെന്റ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് എന്ന് കരുതുക. പേയ്മെന്റ് മെയ്ഡ് ഫോർ സ്റ്റേഷനറി. ഇക്കൊല്ലം പേയ്മെന്റ് മെയ്ഡ് ഫോർ സ്റ്റേഷനറി എന്ന് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ പേയ്മെന്റ് സൈഡിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ മുഴുവൻ എമൗണ്ടും ഇക്കൊല്ലത്തെ ചെലവ് ആവണമെന്നില്ല. ദാറ്റ് മേ നോട്ട് ബി ദ സ്റ്റേഷനറി കൺസ്യൂംഡ് ഫോർ ദി കറന്റ് ഇയർ. ഇതിൽ വരാൻ സാധ്യതയുള്ള ഇനങ്ങൾ, ഒരുപക്ഷെ സ്റ്റേഷനറി വകയിൽ ഈ വർഷം കൊടുത്ത തുകയിൽ കുറച്ചു തുക ചിലപ്പോൾ കഴിഞ്ഞ വർഷത്തെ സ്റ്റേഷനറിയുടെ കൊടുക്കാൻ ബാക്കിയുള്ളതാവാം. കുറച്ചു തുക അടുത്ത വർഷത്തെ സ്റ്റേഷനറിക്ക് വേണ്ടി ഇക്കൊല്ലം മുൻകൂട്ടി കൊടുത്തതുമാവാം. ചിലപ്പോൾ ഇക്കൊല്ലം കൊടുക്കാൻ ബാക്കിയുള്ള തുക ഉണ്ടാവാം ഇനി. അതുപോലെ കഴിഞ്ഞ വർഷം സ്റ്റേഷനറിക്ക് വേണ്ടി അഡ്വാൻസ് ആയിട്ട് കൊടുത്ത പൈസയും ഉണ്ടാവാം. അപ്പൊ ഇത്തരത്തിലുള്ള ചില ഇനങ്ങൾ നമ്മൾ നേരത്തെ ഡൊണേഷനിൽ അഡ്ജസ്റ്റ് ചെയ്തതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ചില എമൗണ്ടുകൾ നമ്മൾ ഇക്കൊല്ലം കൊടുത്ത സ്റ്റേഷനറി തുകയിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരാം. സ്റ്റേഷനറി പെയ്ഡ് ഡ്യൂറിംഗ് ദി ഇയർ ഓർ ദി എമൗണ്ട് പെയ്ഡ് ഫോർ സ്റ്റേഷനറി ഡ്യൂറിംഗ് ദി ഇയർ എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഇക്കൊല്ലം കൊടുക്കാൻ ബാക്കിയുള്ള തുകയുണ്ടോ എന്ന് നോക്കണം. സ്റ്റേഷനറിയുമായി ബന്ധപ്പെട്ട് എമൗണ്ട് ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം അത് ഇക്കൊല്ലത്തെ സ്റ്റേഷനറി ചെലവാണോ അടുത്ത കൊല്ലത്തേതാണോ? ഔട്ട്സ്റ്റാൻഡിംഗ് ഇക്കൊല്ലത്തേതാണ് അല്ലേ? ഇക്കൊല്ലത്തെ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുമ്പോൾ ഇക്കൊല്ലത്തെ ചെലവാണ്. അപ്പോൾ അത് ഈ കൊല്ലത്തെ സ്റ്റേഷനറിയോടൊപ്പം ആഡ് ചെയ്യണം. അതുപോലെ കഴിഞ്ഞ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് സ്റ്റേഷനറിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്, അതൊരു പക്ഷെ കൊടുത്തത് ഈ വർഷമായിരിക്കാം. അപ്പൊ ഈ വർഷം കൊടുത്ത തുകയിൽ നിന്ന് അത് ലെസ് ചെയ്യണം. കാരണം കഴിഞ്ഞ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ സ്റ്റേഷനറി ചെലവാണ്, അത് ലെസ് ചെയ്യണം. ഈ വർഷം അഡ്വാൻസ് ആയിട്ട് സ്റ്റേഷനറിക്ക് വേണ്ടി കൊടുത്തു എന്ന് പറയുന്നു. സ്റ്റേഷനറി ചെലവിലേക്ക് അഡ്വാൻസ് ആയിട്ട് പണം കൊടുത്തു. ഇക്കൊല്ലത്തെ ചെലവാണോ അതോ അടുത്ത കൊല്ലത്തെ ചെലവാണോ? റൈറ്റ്, ദാറ്റ് ഈസ് ദി എക്സ്പെൻസ് ഓഫ് ദി നെക്സ്റ്റ് ഇയർ. അപ്പോൾ ഇക്കൊല്ലം കൊടുത്ത തുകയിൽ നിന്ന് അത് നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യുന്നു, ലെസ് ചെയ്യും. അതുപോലെ നമ്മൾ ഓപ്പണിംഗ് ഡേറ്റിൽ പറയാണ് കഴിഞ്ഞ വർഷം സ്റ്റേഷനറി എക്സ്പെൻസ് അഡ്വാൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം അഡ്വാൻസ് ആയി കൊടുത്തു എന്ന് പറയുന്ന തുക ഇക്കൊല്ലത്തേക്ക് വേണ്ടി കൊടുത്താണ്. അപ്പോൾ അത് ഇക്കൊല്ലത്തെ ചെലവാണ്. അതുകൊണ്ട് കഴിഞ്ഞ വർഷത്തെ അഡ്വാൻസ് ഇക്കൊല്ലം ആഡ് ചെയ്യും. അതോടൊപ്പം ഇക്കൊല്ലം സ്റ്റേഷനറി ബാക്കിയുണ്ട് എന്ന് പറയുന്നു. ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി.
സ്റ്റേഷനറി ഉപയോഗിക്കാതെ ഇനി ബാക്കിയുണ്ട്, അത് അടുത്ത വർഷം നമ്മൾ ഉപയോഗിക്കുള്ളൂ. അപ്പോൾ അത് ഇക്കൊല്ലത്തെ ചെലവ് അല്ല. അതുകൊണ്ട് ആ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി നമ്മൾ ലെസ് ചെയ്യും. ഇക്കൊല്ലം തുടക്കത്തിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി ഉണ്ട് എന്ന് പറയുന്നു. അതായത് കഴിഞ്ഞ കൊല്ലം ഉപയോഗിച്ച് ബാക്കി വന്ന സ്റ്റേഷനറി ഇക്കൊല്ലം ഉണ്ട്. അത് എപ്പോഴാണ് ഉപയോഗിക്കുക? നമ്മൾ ഈ വർഷമാണ് ഉപയോഗിക്കുക. അപ്പോൾ ഈ വർഷം അത് എടുക്കുമ്പോഴാണ് ഇക്കൊല്ലമാണ് ആ സ്റ്റേഷനറി കൺസ്യൂം ചെയ്യുന്നത്. അതുകൊണ്ട് ആ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി നമ്മൾ ആഡ് ചെയ്യും. റൈറ്റ്. അപ്പോൾ ഇങ്ങനെയാണ് സംഭവിക്കുക. സ്റ്റേഷനറി എന്ന് പറയുന്ന ചെലവ് നമ്മൾ കാണിക്കും, അതിനോടൊപ്പം ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി കൂട്ടും. അത് ഇക്കൊല്ലം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, ഇക്കൊല്ലത്തെ സ്റ്റേഷനറി കൺസ്യൂംഡ് ആണ്. അതിൽ നിന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി നമ്മൾ ഇക്കൊല്ലം അത് ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ട് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി ഇക്കൊല്ലം നമ്മൾ മൈനസ് ചെയ്ത് കളയുന്നു. അത് അടുത്ത വർഷത്തേക്ക് മാറ്റി വെക്കും. സ്റ്റേഷനറി, ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി. അതിനോടൊപ്പം ഔട്ട്സ്റ്റാൻഡിംഗ് സ്റ്റേഷനറി ഉണ്ട് എങ്കിൽ, ക്രെഡിറ്റേഴ്സ് ക്ലോസിംഗ് ഡേറ്റ് ഉണ്ട് എങ്കിൽ, ക്രെഡിറ്റേഴ്സ് ഫോർ സ്റ്റേഷനറി ക്ലോസിംഗ് ഡേറ്റ്, അതായത് ഔട്ട്സ്റ്റാൻഡിംഗ് സ്റ്റേഷനറി ഉണ്ട് എങ്കിൽ അത് നമ്മൾ ഇക്കൊല്ലത്തെ ചെലവാണ് ആഡ് ചെയ്യും. കഴിഞ്ഞ വർഷത്തെ ക്രെഡിറ്റേഴ്സ് ഫോർ സ്റ്റേഷനറി അഥവാ കഴിഞ്ഞ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിംഗ് സ്റ്റേഷനറി അത് ഇക്കൊല്ലം കൊടുത്തിട്ടുണ്ടാവും, അപ്പോൾ അത് നമ്മൾ ലെസ് ചെയ്യുന്നു. ഇക്കൊല്ലം അഡ്വാൻസ് ആയിട്ട് കൊടുത്തത് ലെസ് ചെയ്യും, കഴിഞ്ഞ കൊല്ലം അഡ്വാൻസ് ആയിട്ട് കൊടുത്തത് ആഡ് ചെയ്യും. ഇത്രയും അഡ്ജസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് ഈ വർഷത്തെ സ്റ്റേഷനറി കൺസ്യൂംഡ് നമുക്ക് കിട്ടുക. ഇതേ മെത്തേഡ് നമുക്ക് സ്പോർട്സ് എക്യുപ്മെന്റ്സ് കൺസ്യൂംഡിലായാലും മെഡിസിൻസ് കൺസ്യൂംഡ് ആയാലും ഒക്കെ, ഇങ്ങനെയുള്ള കൺസ്യൂമബിൾ കൺസ്യൂംഡ് ആയാലും ഇതിലൊക്കെ നമുക്ക് ഇതേ അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് ചെയ്യാം. ഇത് എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് എന്ന് ഒരു ചെറിയ പ്രോബ്ലം വിവരിച്ചുകൊണ്ട് നമുക്ക് നോക്കാം. സ്ക്രീനിൽ കാണുന്നത് മെറ്റീരിയൽ കൺസ്യൂമറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് സ്ക്രീനിൽ കാണുന്നത്. ഈ വീഡിയോ പോസ്റ്റ് ചെയ്തതിനു ശേഷം ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതിയെടുക്കുക. What amount of sports material will be posted to the income and expenditure account for the year ended March 31st, 2020 as expenditure? എക്സ്പെൻഡിച്ചർ ആയി ഈ വർഷത്തെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ സ്പോർട്സ് മെറ്റീരിയൽ എത്ര രൂപ എഴുതാം എന്നാണ് ക്വസ്റ്റ്യൻ സൂചിപ്പിച്ചിട്ടുള്ളത്. ഡീറ്റെയിൽസ്: എമൗണ്ട് പെയ്ഡ് ഫോർ സ്പോർട്സ് മെറ്റീരിയൽ ഡ്യൂറിംഗ് ദി ഇയർ 2019-20 rupees 17,000. Stock of sports material as on April 1st, 2019 rupees 7,500. Creditors for sports material on 1st April 2019 rupees 2,000. Advance paid for sports material on April 1st, 2019 rupees 1,500. Stock of sports material as on 31st March 2020 rupees 6,200. Creditors for sports material on March 31st, 2020 rupees 1,200. Advance paid for sports material on March 31st, 2020 rupees 3,500. ഈ ചോദ്യത്തിൽ ഈ വർഷത്തെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ സ്പോർട്സ് മെറ്റീരിയൽ കൺസ്യൂംഡ് എന്ന ഇനമായി രേഖപ്പെടുത്തേണ്ട തുക എത്രയെന്ന് കണ്ടുപിടിക്കാനാണ് ആവശ്യപ്പെട്ടുള്ളത്. 2020 മാർച്ച് 31 അവസാനിക്കുന്ന വർഷം എന്ന് പറയുമ്പോൾ ഫൈനാൻഷ്യൽ ഇയർ ഈസ് സ്റ്റാർട്ടിംഗ് ഫ്രം 1st April 2019 to March 31st, 2020. ഈ വർഷത്തെ 2019 ഏപ്രിൽ 1 മുതൽ മാർച്ച് 31, 2020 വരെ ഉള്ള നടപ്പ് സാമ്പത്തിക വർഷത്ത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ രേഖപ്പെടുത്തേണ്ട സ്പോർട്സ് മെറ്റീരിയലിന്റെ ചിലവ്. ചോദ്യത്തിൽ ആദ്യം തന്നിരിക്കുന്ന ഇനം എമൗണ്ട് പെയ്ഡ് ഫോർ സ്പോർട്സ് മെറ്റീരിയൽ ഡ്യൂറിംഗ് ദി ഇയർ 2019-20. നടപ്പ് വർഷം സ്പോർട്സ് മെറ്റീരിയൽ ആയി ബന്ധപ്പെട്ട്
മൊത്തം കൊടുത്ത തുക ₹17,000. എന്നാൽ ഈ 17,000 രൂപ മുഴുവൻ ഈ വർഷത്തെ ചെലവായി പരിഗണിക്കാൻ കഴിയില്ല. നമ്മൾ മുമ്പ് വിവരിച്ചതുപോലെ ചില ഇനങ്ങൾ ഇതിൻ്റെ അകത്തുനിന്ന് ഒഴിവാക്കണം, ചിലത് ഇതിനോടൊപ്പം കൂട്ടിച്ചേർക്കുകയും വേണം. അതായിരിക്കും ഈ വർഷത്തെ സ്പോർട്സ് മെറ്റീരിയൽ കൺസ്യൂമഡ് എക്സ്പെൻസ് ആയി കാണിക്കേണ്ടത്. ആദ്യം നമുക്ക് ഓരോ ഇനങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കാം. ആദ്യത്തെ ഇനം സ്റ്റോക്ക് ഓഫ് സ്പോർട്സ് മെറ്റീരിയൽ ആസ് ഓൺ April 1, 2019 എന്നാണ്. April 1, 2019 എന്നത് ഈ സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തിലാണ്. അപ്പോൾ ആ സാമ്പത്തിക വർഷം തുടങ്ങുമ്പോൾ നമ്മളുടെ കയ്യിലുള്ള സ്പോർട്സ് മെറ്റീരിയലിന്റെ സ്റ്റോക്ക് 7,500 എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് സ്പോർട്സ് മെറ്റീരിയൽ ആണ്. കഴിഞ്ഞ വർഷം ഉപയോഗിക്കാതെ ബാക്കി വെച്ചിരുന്ന സ്പോർട്സ് മെറ്റീരിയൽ ഇക്കൊല്ലം തുടക്കത്തിൽ നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ് എന്നറിയാം. ഈ സ്പോർട്സ് മെറ്റീരിയൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ വർഷമായിരിക്കും. അപ്പോൾ ഈ വർഷത്തെ സ്പോർട്സ് മെറ്റീരിയൽ കൺസ്യൂമഡ് കാണുന്നതിന് വേണ്ടി 7,500 രൂപയുടെ സ്റ്റോക്കും കൂടി നമ്മൾ കൂട്ടണം. അടുത്ത ഇനം ക്രെഡിറ്റേഴ്സ് ഫോർ സ്പോർട്സ് മെറ്റീരിയൽ ഓൺ April 1, 2019 എന്നാണ്. ക്രെഡിറ്റേഴ്സ് ഫോർ സ്പോർട്സ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ സ്പോർട്സ് മെറ്റീരിയൽ വാങ്ങിയ വകയിൽ കൊടുക്കാൻ ബാക്കിയുള്ള തുകയാണ്. അതായത് ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ് ഫോർ സ്പോർട്സ് മെറ്റീരിയൽ എന്നർത്ഥം. സ്പോർട്സ് മെറ്റീരിയൽ വാങ്ങിയ വകയിൽ കൊടുക്കാനുള്ള തുക അത് ഏത് ദിവസമാണെന്ന് നോക്കിയാൽ April 1, 2019 ആണ് എന്ന് പറഞ്ഞാൽ ഈ വർഷത്തിന്റെ ആദ്യത്തെ ദിവസത്തെയാണ്. ഈ വർഷത്തിന്റെ ആദ്യത്തെ ദിവസം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം അവസാനം എന്നതിന് തുല്യമാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ കഴിഞ്ഞ വർഷം കൊടുക്കാൻ ബാക്കിയുള്ള സ്പോർട്സ് മെറ്റീരിയൽ ചിലവാണ് 2,000 രൂപ. ഈ വർഷം നമ്മൾ കൊടുത്ത 17,000 രൂപയിൽ ഈ 2,000 രൂപയും നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. കഴിഞ്ഞ വർഷം കൊടുക്കാൻ ബാക്കിയുള്ള 2,000 രൂപ ഈ വർഷം കൊടുത്ത തുകയോടൊപ്പം കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായും 17,000 രൂപയിൽ ആ 2,000 രൂപയുണ്ട്. പക്ഷെ ഈ സ്പോർട്സ് മെറ്റീരിയൽ വാങ്ങിയത്, ഈ 2,000 രൂപയുടെ സ്പോർട്സ് മെറ്റീരിയൽ വാങ്ങിയത് ഈ വർഷത്തെ ഉപയോഗത്തിന് വേണ്ടിയല്ല, കഴിഞ്ഞ വർഷത്തെ ഉപയോഗത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് അത് ഈ വർഷത്തെ ചെലവ് ആയിരിക്കില്ല, കഴിഞ്ഞ വർഷത്തെ ചെലവായിരിക്കും. അതുകൊണ്ട് 17,000 രൂപയിൽ നിന്ന് ആ 2,000 രൂപ നമ്മൾ ലെസ് ചെയ്യുന്നു. അടുത്ത ഇനം അഡ്വാൻസ് പെയ്ഡ് ഫോർ സ്പോർട്സ് മെറ്റീരിയൽ എന്നാണ്. അത് ഓപ്പണിംഗ് ഡേറ്റിലാണ്, ആസ് ഓൺ April 1, 2019. ഓപ്പണിംഗ് ഡേറ്റിലുള്ള അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം അവസാനം ഉള്ള അഡ്വാൻസ് എന്നർത്ഥം. കഴിഞ്ഞ വർഷം അവസാനം ഈ തുക അഡ്വാൻസ് ആയി കൊടുത്താൽ അതിന്റെ അർത്ഥം അത് ഈ വർഷത്തെ ചിലവിലേക്ക് മുൻകൂട്ടി കൊടുത്തത് എന്നർത്ഥം. അപ്പോൾ അത് നമ്മൾ ഈ വർഷത്തെ ചെലവായിട്ടാണ് പരിഗണിക്കേണ്ടത്. 1,500 രൂപ ഈ വർഷത്തെ ചെലവായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നു. അടുത്ത ഇനം സ്റ്റോക്ക് ഓഫ് സ്പോർട്സ് മെറ്റീരിയൽ ആസ് ഓൺ March 31, 2020 എന്ന് കാണാം. March 31, 2020 എന്നത് ഈ വർഷ അവസാന ദിവസമാണ്. അപ്പോൾ ഈ വർഷം അവസാനം സ്പോർട്സ് മെറ്റീരിയലിന്റെ സ്റ്റോക്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ വിളിക്കുന്ന പേര് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് സ്പോർട്സ് മെറ്റീരിയൽ ആണ്. അത് നമ്മൾ ഈ വർഷം ഉപയോഗിക്കാതെ ബാക്കി വെച്ച സ്പോർട്സ് മെറ്റീരിയൽ ആണ്. ഈ വർഷം ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ അത് ഈ വർഷത്തെ ചെലവായിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റില്ല. അത് അടുത്ത വർഷത്തെ ചെലവായിട്ട് അടുത്ത വർഷം ഉപയോഗിക്കും. അതുകൊണ്ട് 6,200 രൂപ ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ ഉപയോഗിക്കാതെ മാറ്റി വെച്ചത് കൊണ്ട് ലെസ് ചെയ്യുന്നു. അത് ഈ വർഷത്തെ ചെലവായിരിക്കില്ല. അതുകൊണ്ട് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് സ്പോർട്സ് മെറ്റീരിയൽ നമ്മൾ ഡിഡക്റ്റ് ചെയ്യുന്നു. അടുത്തത് ക്രെഡിറ്റേഴ്സ് ഫോർ സ്പോർട്സ് മെറ്റീരിയൽ ആണ്. അത് ക്ലോസിംഗ് ഡേറ്റിലെ ക്രെഡിറ്റേഴ്സ് ആണ്. 31 March 2020 ആണ്.
ക്ലോസിംഗ് ഡേറ്റിലുള്ള ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ വർഷം കൊടുക്കാൻ ബാക്കിയുള്ള ചിലവാണ്. സ്പോർട്സ് മെറ്റീരിയലുമായി ബന്ധപ്പെട്ട് ഇനിയും കൊടുക്കാൻ കഴിയാതെ വന്ന ഈ വർഷത്തെ പണമാണ് 1200 രൂപ. പക്ഷെ ആ സ്പോർട്സ് മെറ്റീരിയൽ കടമായിട്ട് നമ്മൾ വാങ്ങിയെങ്കിലും അത് ഈ വർഷം നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടാവും. പണം കൊടുത്തില്ല എന്നേ ഉള്ളൂ, ആ സ്പോർട്സ് മെറ്റീരിയൽ നമ്മൾ ഈ വർഷം കൺസ്യൂം ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് ഈ വർഷത്തെ സ്പോർട്സ് മെറ്റീരിയൽ കൺസ്യൂംഡ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഈ തുക ആഡ് ചെയ്യുന്നു. ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ് ഫോർ സ്പോർട്സ് മെറ്റീരിയൽ 1200 ഈസ് ആഡഡ്. അടുത്ത ഇനം അഡ്വാൻസ് പെയ്ഡ് ഫോർ സ്പോർട്സ് മെറ്റീരിയൽ ഓൺ March 31, 2020. ഈ വർഷം അവസാനം സ്പോർട്സ് മെറ്റീരിയൽ ചിലവിലേക്ക് അഡ്വാൻസ് ആയിട്ട് നമ്മൾ പണം കൊടുത്തു എന്നർത്ഥം. ഈ വർഷം അവസാനം അഡ്വാൻസ് ആയി കൊടുത്തിട്ടുണ്ട് എങ്കിൽ സ്വാഭാവികമായും അത് ഈ വർഷത്തെ ചിലവായിരിക്കില്ല, അടുത്ത വർഷത്തേക്ക് മുൻകൂട്ടി കൊടുത്തതാണ്. അതുകൊണ്ട് ആ ചിലവ് ഈ വർഷത്തെ ചിലവായിട്ട് നമുക്ക് പരിഗണിക്കാൻ സാധിക്കില്ല. 17,000 രൂപയിൽ ഈ 3,500 രൂപയും കൂടെ ഉൾപ്പെട്ടിട്ടുണ്ടാവും. അത് ഈ വർഷത്തെ ചിലവല്ല, അടുത്ത വർഷത്തെ ചിലവായതുകൊണ്ട് അത് നമ്മൾ ലെസ് ചെയ്യുന്നു. റുപ്പീസ് 3,500 ഈസ് ഡിഡക്റ്റഡ്. ഇനി ഈ ഇനങ്ങൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ സ്റ്റേറ്റ്മെന്റിൽ രേഖപ്പെടുത്തുന്നത് എന്ന് കാണാം. ഈ വർഷത്തെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഈ വർഷത്തെ ചെലവ് മാത്രമാണ് കാണിക്കേണ്ടത്. അതുകൊണ്ട് സ്പോർട്സ് മെറ്റീരിയൽ കൺസ്യൂംഡ്, ഈ വർഷം നമ്മൾ ഉപയോഗിച്ച സ്പോർട്സ് മെറ്റീരിയൽ എത്രയാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നു. സ്റ്റേറ്റ്മെന്റ് ഷോയിങ് കാൽക്കുലേഷൻ ഓഫ് സ്പോർട്സ് മെറ്റീരിയൽ കൺസ്യൂംഡ് ഡ്യൂറിംഗ് ദി ഇയർ എൻഡിങ് March 31, 2020. നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് രൂപത്തിലാണ് ഇത് ചെയ്യുന്നത്. ഡീറ്റെയിൽസ്, എമൗണ്ട്, 2 കോളം വരയ്ക്കുന്നു. ഡീറ്റെയിൽസ് കോളത്തിൽ ആദ്യം നമ്മൾ എമൗണ്ട് പെയ്ഡ് ഫോർ സ്പോർട്സ് മെറ്റീരിയൽ, ഈ വർഷം മൊത്തം നമ്മൾ കൊടുത്ത തുക, എമൗണ്ട് പെയ്ഡ് ഫോർ സ്പോർട്സ് മെറ്റീരിയൽ ഡ്യൂറിംഗ് ദി ഇയർ 2019-20 17,000. ഇതാണ് ഈ വർഷം മുഴുവൻ കൊടുത്തത്. പക്ഷേ ഇത് മുഴുവൻ ഇക്കൊല്ലത്തേതല്ല എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിനത് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഇനങ്ങൾ, നമ്മൾ ആഡ് ചെയ്യേണ്ട ഇനങ്ങളൊക്കെ ആഡ് ചെയ്യുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഏതൊക്കെയാണ് ആഡ് ചെയ്യേണ്ടതെന്ന്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് സ്പോർട്സ് മെറ്റീരിയൽ, സ്റ്റോക്ക് ഓഫ് സ്പോർട്സ് മെറ്റീരിയൽ ആസ് ഓൺ April 1, 2019 റുപ്പീസ് 7,500 ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ നേരത്തെ മാറ്റിവെച്ച മറ്റൊരു ഇനം അഡ്വാൻസ് പെയ്ഡ് ഫോർ സ്പോർട്സ് മെറ്റീരിയൽ ആസ് ഓൺ April 1, 2019. അത് കഴിഞ്ഞ വർഷം അഡ്വാൻസ് ആയിട്ട് കൊടുത്ത തുകയാണ്. അത് ഈ വർഷത്തെ ചിലവിലാണ് പെടുത്തുന്നത്. ദറ്റ് ഈസ് ആഡഡ് റുപ്പീസ് 1,500. മറ്റൊരിനം ക്രെഡിറ്റേഴ്സ് ഫോർ സ്പോർട്സ് മെറ്റീരിയൽ ആസ് ഓൺ March 31, 2020. ഈ വർഷം കൊടുക്കാൻ ബാക്കിയുള്ള തുകയാണ്, ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. അത് ഈ വർഷം നമ്മൾ ഉപയോഗിച്ച സ്പോർട്സ് മെറ്റീരിയലാണ്. സോ ദാറ്റ് ഈസ് ഓൾസോ ആഡഡ്. ഈ 3 ഇനങ്ങളും ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 27,200 കിട്ടും. From that 27,200, certain amount is to be deducted. First item, creditors for sports material, that is opening creditors. കഴിഞ്ഞ വർഷം കൊടുക്കാൻ ബാക്കിയുള്ള ക്രെഡിറ്റേഴ്സ് ആണ്. അത് ഇക്കൊല്ലം കൊടുത്തിട്ടുണ്ടാവും, പക്ഷെ അത് കഴിഞ്ഞ വർഷം ചിലവായതുകൊണ്ട് that is deducted rupees 2,000. Less stock of sports material on March 31, 2020. That is closing stock of sports material. അത് നമ്മൾ ഈ വർഷം ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ട് that's also deducted. Next, advance paid for sports material on March 31, 2020. ഈ വർഷം അവസാനം കൊടുത്ത അഡ്വാൻസ്, അത് ഈ വർഷത്തെ ചെലവല്ല, അടുത്ത വർഷത്തേക്ക് കൊടുത്ത ചെലവാണ്. So that advance is also deducted rupees 3,500. ഇപ്പം നമ്മൾ ഈ വർഷവുമായിട്ട് ബന്ധപ്പെട്ടത് മാത്രം ആഡ് ചെയ്തു, ഈ വർഷവുമായിട്ട് ബന്ധമില്ലാത്തതൊക്കെ നമ്മൾ ലെസ് ചെയ്തു. സോ ഡിഡക്റ്റ് ചെയ്യേണ്ട എമൗണ്ട് 2,000, 6,200, then 3,500. മൂന്നും കൂട്ടിക്കഴിയുമ്പോൾ നമുക്ക് 11,700 കിട്ടും. That 11,700 is deducted from 27,200. 27,200 minus 11,700. So the resultant figure is 15,500. That 15,500 is the
amount of sports material consumed during the year ending 31st March 2020. ഈ വർഷത്തെ മെറ്റീരിയൽ കൺസ്യൂംഡ് എന്ന് പറഞ്ഞ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മൾ കാണിക്കേണ്ട ചിലവ് 15,500 രൂപ മാത്രമാണ്. 17,000 രൂപ സ്പോർട്സ് മെറ്റീരിയലിന് വേണ്ടി ഈ വർഷം കൊടുത്തിട്ടുണ്ട് എങ്കിലും ആകെ ഈ വർഷത്തെ ചെലവ് എന്ന് പറയാൻ പറ്റുന്നത് 15,500 ആണ്. ആ 15,500 മാത്രമാണ് ഈ വർഷത്തെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കേണ്ടത്. That is posted in the income and expenditure account. Sports material consumed, that is expenditure. So it is shown on the debit side of the income and expenditure account as sports material consumed rupees 15,500. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ചില ഐറ്റംസ് എങ്ങനെയാണ് സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് നടത്തുന്നത്, അതിന്റെ ബാലൻസ് ഷീറ്റിലും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലും എങ്ങനെയാണ് അത് വരുന്നത് എന്നാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ കണ്ടുകൊണ്ടിരുന്നത്. ഈ കഴിഞ്ഞ എപ്പിസോഡുകളിലെല്ലാം നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ്, റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ കണ്ടു. നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ പ്രധാനപ്പെട്ട അക്കൗണ്ടുകൾ എന്തൊക്കെയാണ് എന്നും നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനും ഒരു പ്രോഫിറ്റ് ഓർഗനൈസേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ് എന്നും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഒന്നാമത്തെ ചാപ്റ്ററിലുള്ള കൂടുതൽ പ്രോബ്ലംസ് നിങ്ങൾ ചെയ്തു നോക്കുക. മറ്റൊരു എപ്പിസോഡിൽ പുതിയ അഡ്ജസ്റ്റ്മെന്റുമായി അക്കൗണ്ടിംഗ് ഫോർ പാർട്ണർഷിപ്പ് എന്ന പുതിയ അഡ്ജസ്റ്റ്മെന്റുമായി വരുന്നത് വരെ ബൈ.